മുഴുവൻ പ്രതാപവും കത്തി നിൽക്കെ തന്നെ ചാത്തനെയും ഒടിയനെയും പിടിച്ചിരുത്തി തന്റെ ലോകത്തിന്റെ ആഴം പരിചയപ്പെടുത്തുകയാണ് ലോക. നൂറ്റാണ്ടുകളുടെ കഥ പറയാനുള്ള ലോക. അടുത്ത വരവ് ചാത്തന്മാരുമായാണ്. ഒന്നല്ല, ഒരു 100 അല്ല, കൃത്യമായി പറഞ്ഞാൽ 390 ചാത്തന്മാർ. മൈക്കിളിന് കൂടെ പിറന്ന 389 പേർ. ഇരുട്ടിനോ വെളിച്ചത്തിനോ തടയിടാൻ പറ്റാത്ത ശക്തിശാലികളും തന്ത്രശാലികളുമായ സഹോദരങ്ങൾ. ഇഹലോകത്തും പരലോകത്തും എങ്ങനെയും ഏതുവിധവും മന്ത്രതന്ത്രങ്ങളെ മറികടന്നെത്തുന്ന കാലാതീതരായ പാതി മനുഷ്യർ. ചരിത്രത്തിൽ വാടുന്നവരുടെ ചൊൽപ്പടികളിൽ തളയ്ക്കപ്പെട്ട പലവിധം വിമോചിക്കപ്പെട്ട കുറെ ചാത്തന്മാർ. വേണ്ടും വിധം രൂപവും കോലവും മാറുന്ന ചാത്തന്മാരുടെ ഇരുമുഖങ്ങളുമായാണ് അടുത്ത വരവ്. ഗംഭീരമായി തന്നെ കേളികൊട്ട് കഴിഞ്ഞു. ഇനി കാണാനുള്ളത് തിരയാട്ടമാണ്. ചാത്തനും തമ്മിലുള്ള പോര്, അതിനിടയിലെ ഒടിയന്റെ ഒളിയംഗം. ലോക അവസാനിക്കുന്നില്ല. കാത്തിരിക്കാൻ ഒരു ഇതിഹാസം തന്നെ ബാക്കിയാണ്. മലയാള സിനിമയുടെ മഹാറാണിയൊക്കെ ഒരു നീലിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ലോകം ഒരു മാസത്തിനിപ്പുറം തിയേറ്ററുകളിൽ നിറയെ കാഴ്ചക്കാരുമായി മഹായാനം തുടരുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ബെഞ്ച് മാർക്കല്ല, 300 കോടിയുടെ പുതു കേട്ടുകേൾവിയാണ് ലോക സമ്മാനിക്കുന്നത്. ഇടവിടാതെ പകർന്നു നൽകിയ ഗൂസ്ബൻ മൊമെന്റുകളും ചിത്രത്തോട് ചേർത്ത് വെച്ച സർപ്രൈസ് ക്യാമിയോകളും വേരോടെ ഇഴപിണഞ്ഞു കിടന്ന ആഴമുള്ള ഒരു കഥയുമാണ് പുത്തൻ സിനിമാറ്റിക് അനുഭവമാക്കി ലോകയെ മാറ്റിയെടുത്തത്. ദൃശ്യ സൗന്ദര്യത്തിന്റെ പര്യായം പോലെ സിനിമ കണ്ടിറങ്ങി മാലോകത്തെ മാസ്മരികത വറ്റാതെ നിലനിർത്തുന്നതാണ് അതിലെ മാജിക്. ചാത്തനെയും ഒടിയനെയും ചില്ലിംഗ് വൈബിൽ കണ്ടപ്പോഴും അടുത്ത അംഗത്തിന് കളമൊരുങ്ങിയത് അറിയിച്ചപ്പോഴും ഉള്ളിൽ നിറഞ്ഞൊരു ആവേശമില്ലേ, ഒരു പ്രതീക്ഷയില്ലേ? അതാണ് ലോകയുടെ പിൻബലം. ജനനഹേതു ഇന്നും രഹസ്യമായി തുടരുന്ന പല കഥകളേറിലുള്ള ചാത്തന്റെ രഹസ്യങ്ങളിലൂടെയാണ് ഇനി യാത്ര. ഭൂമിക്ക് പുറത്ത് എങ്ങോ ആണ് ചാത്തന്റെ ഉത്ഭവമെന്നും പ്രപഞ്ചം മുഴുവൻ ചാത്തന്മാർ ഇന്നും വസിക്കുന്നുണ്ടെന്നും കഥകളുണ്ട്. മൈക്കിളിന്റെ കയ്യിലെ ശനിയുടെ പച്ചകുത്ത് അയാളുടെ ദേശത്തെ സൂചിപ്പിക്കുന്നതായും സിനിമ പുറത്തിറങ്ങിയ ശേഷം വായനകളുണ്ടായി. ശിവന് പുലേ സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിഷ്ണുമായ എന്നറിയപ്പെട്ട ചാത്തൻ എന്ന് പറയപ്പെടുന്നു. മറിച്ച് ശിവനും പാർവതിക്കും കാട്ടിൽ വെച്ചുണ്ടായ കുഞ്ഞിനെ കൂളിവാകി എന്ന പുലേ സ്ത്രീയെ വളർത്താൻ ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്നും കഥകളുണ്ട്. മൃഗാസുരൻ എന്ന അസുരനെതിരായ യുദ്ധത്തിൽ കുട്ടിച്ചാത്തന്റെ വിരലിലേറ്റ മുറിവിൽ നിന്നും നിലത്ത് വീണ രക്തത്തുള്ളിയിൽ നിന്നും 400ഓളം ചാത്തന്മാർ രൂപം കൊള്ളുകയും അതിൽ 10 പേരെ മൃഗാസുരൻ വധിക്കുകയും ചെയ്തെന്നുമാണ് ഐതിഹ്യം. ബാക്കി 390 ചാത്തന്മാർ ചേർന്നാണ് ശിവൻ നൽകിയ അവരുടെ കുറുവടികളുമായി അസുരനെ എതിരിടുന്നതും വധിക്കുന്നതും. മറ്റൊരു കഥയിൽ കൂളിവാകിയായി വേഷം മാറിയ പാർവതിക്ക് ശിവനിൽ 400 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായും പറയുന്നുണ്ട്. അതിലെ ജ്യേഷ്ഠ സഹോദരനാണ് കരിങ്കുട്ടി, ഇളയവൻ വിഷ്ണുമായ. ഒരുപക്ഷെ അടുത്ത ഭാഗത്തിൽ വില്ലനായി എത്തുന്നത് കരിങ്കുട്ടി ചാത്തനായിരിക്കാം. ചാത്തന്മാരെ സദാ തളച്ചിടുന്ന മാന്ത്രികരും നാടോടി കഥകളിലെ പ്രസിദ്ധരാണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ മുതൽ ബ്രഹ്മയുഗം വരെയുള്ള ചാത്തൻ കഥകളിൽ അങ്ങനെ ഒരു വില്ലൻ എപ്പോഴും ഉണ്ട്. അധികാരവർഗത്തിന്റെ മന്ത്രങ്ങളിൽ കുരുങ്ങിപ്പോയ ചാത്തന്മാരുടെ കഥകൾ കേട്ട് കാണും. പക്ഷേ ആ ചാത്തന് കൂട്ടായി ഒരു ഒടിയൻ എത്തുന്നത് പുതു കാഴ്ച തന്നെ. ചാത്തന്റെ കുറുമ്പോ കളിച്ചിരികളോ ഇല്ലാത്ത ഒടിയൻ കൂടുതൽ ശക്തനാണ്. ഒടികൾക്കപ്പുറം അയാൾ ഒരു യോദ്ധാവ് കൂടിയാണെന്ന് ട്രെയിലർ പറഞ്ഞു വയ്ക്കുന്നു. ഇന്നും ദുരൂഹമായി തുടരുന്ന ഹിറ്റ്ലറുടെ മരണത്തിലും ഒടിയന് പങ്കുണ്ടത്രേ. എത്ര വലുതാണ് ആ ലോകമെന്നറിയാൻ ആ ഡയലോഗിന് മറുപടിയായി ദുൽഖർ നൽകുന്ന നീരസം മാത്രം മതി. ലോകയുടെ വലിപ്പം അസൂയാവഹമാം വിധം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല കഥകളിലേക്ക്, പല മായാജാലക്കാരിലേക്ക് അത് എളുപ്പം പടർന്നു കയറുന്നു. വെറും 3 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ട്രെയിലർ കൊണ്ടുപോലും മാസ്മരിക കാഴ്ച സമ്മാനിക്കുന്ന ലോകയുടെ ബാക്കി കഥകൾ കേൾക്കാനുള്ള അക്ഷമയിലാണ് ഈ നാട്. ചന്ദ്രയുടെ കഥ കേട്ടുപഴകിയ ഒരു നീലിയുടെ യക്ഷിക്കഥയിലേക്ക് ഇഴുകിച്ചേർന്നപ്പോൾ ലഭിച്ച അനുഭൂതി ചാത്തൻ കഥകളിലും ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പഴയ മായാവി ലുട്ടാപ്പി കഥകളിൽ ഇന്നും ബാല്യം പേറുന്ന മനുഷ്യർക്കിടയിലേക്ക് ഒരു ചാത്തന് സൂപ്പർ പവറോടെ പറന്നിറങ്ങാനുള്ള സകല സാധ്യതകളുമുണ്ട്. മിത്തുകൾക്കപ്പുറം കാണാ ലോകത്തേക്ക്, കേൾക്കാ കഥകളിലേക്ക് ലോകം നമ്മെ കൊണ്ടുപോകുന്നതും കാത്തിരിക്കാം. പുത്തൻ ബെഞ്ച് മാർക്കുകൾക്കായി കാതോർത്തിരിക്കാം.